BA ബാലു രാജിവെച്ചു. ഇന്നലെ ലീവ് കഴിഞ്ഞെത്തിയ ബാലു രാജിക്കത്ത് കൈമാറുകയായിരുന്നു. ബാലു ജാതി വിവേചന പരാതി ഉന്നയിച്ചിരുന്നു. ബാലുവിന്റെ രാജി സ്വീകരിച്ചു എന്ന് ദേവസ്വം ചെയർമാൻ K. ഗോപി പറഞ്ഞു. കഴകം ജോലിയിൽ KDRB റിക്രൂട്ട് ചെയ്ത ബാലു 2/4/2025 തീയതി വരെ ലീവിലായിരുന്നു. അദ്ദേഹം 1/4/2025 തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി KDRBക്കും സർക്കാരിനെയും ഈ വിവരം അറിയിക്കും. അതിനുശേഷം സർക്കാരിൻ്റെയും KDRBയുടെയും നിർദ്ദേശപ്രകാരം ദേവസ്വം പ്രവർത്തിക്കും. KV മോഹൻകുമാറിന്റെ പ്രതികരണം. ഇപ്പോൾ നിലവിൽ KDRBയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ കുടൽമാണിക്യ ദേവസ്വത്തിൻ്റെ കഴക തസ്തികയിലേക്ക് ഒരു റാങ്ക് പട്ടിക നിലവിലുണ്ട്. ആ റാങ്ക് പട്ടികയിൽ അടുത്ത അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥി, അടുത്ത അർഹത നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഈഴവ ടേണാണ്. ആ ഈഴവ ടേണിലുള്ള ഒരു കാൻഡിഡേറ്റ് അതിൽ അവൈലബിൾ ആണ്, ലഭ്യമാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നിയമന ശുപാർശ നൽകും. അതല്ലെങ്കിൽ NCA നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ, ഈഴവ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥി അവൈലബിൾ അല്ല, അതുകൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതുതായിട്ട് അപേക്ഷ ക്ഷണിച്ച് NCA നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് അതിൽ നിന്ന് സെലക്ഷൻ നടത്തിയിട്ട് നിയമന ശുപാർശ നൽകും. വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ബാലു നേരത്തെ ജാതി വിവേചനം നേരിട്ടു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചർച്ചകൾക്കൊടുവിൽ എന്തിനാണ് ജോലി രാജിവെക്കുന്നത് എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും പോരാട്ടങ്ങളൊക്കെ നടത്തിയ ശേഷം അവിടെ തന്നെ തുടരുകയായിരുന്നില്ലേ വേണ്ടത് എന്ന് ഞാൻ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ശ്യാം, മോദി അത് തന്നെയായിരുന്നു വേണ്ടത്. പക്ഷേ ബാലു ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ രാജിക്കത്തിലെ വിശദീകരണം തന്റെ വ്യക്തിപരമായ കാരണങ്ങളും ആരോഗ്യപരമായ കാരണങ്ങളുമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് താൻ ഈ ജോലിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് ബാലുവിന്റെ രാജിക്കത്തിലെ വിശദീകരണം. പക്ഷേ അതൊന്നുമല്ല, പ്രധാനമായിട്ടും ഈ വാര്യർ സമാജത്തിന്റെയും തന്ത്രിമാരുടെയും പ്രതിഷേധവും മറ്റുമാണ് ബാലുവിനെ രാജിയിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ നാളുകളിലുണ്ടായ ആ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ബാലു 2 ആഴ്ച ഈ ആരോഗ്യപരമായ കാരണങ്ങളാൽ മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. നിലവിൽ ഈ ബാലുവിന് ഈ നിയമനം നൽകിയത് തന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവും പാസ്സായി 1ാം റാങ്കോട് കൂടിയാണ് ബാലു പാസ്സായത്. അതുകൊണ്ട് തന്നെ അതൊരു സംവരണ നിയമനം ആയിരുന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒഴിവുള്ളത് സംവരണ വിഭാഗത്തിലാണ്, ഈഴവ വിഭാഗത്തിലാണ്. അത് തന്നെയാണ് ഇന്ന് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനും വ്യക്തമാക്കിയത്. ഇനി ഈ ഒഴിവ് കൂടൽമാണിക്യം ദേവസ്വം ഇത് സംബന്ധിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ ഈഴവ കാൻഡിഡേറ്റിന് തന്നെയായിരിക്കും നിയമനം ലഭിക്കുക. സ്വാഭാവികമായിട്ടും അതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അപ്പോഴും ഈ ബാലുവിന്റെ രാജി, ബാലു ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ജാതി വിവേചനം നേരിടുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുത്തതാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ബാലു പിന്നോട്ട് പോവുകയും താൻ അവിടെ അത്രയും വലിയ ആ ഒരു പ്രതിഷേധത്തിനിടയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനില്ല എന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ശ്യാം, ഏതായാലും കടുത്ത ജാതി വിവേചനം നേരിട്ടിരുന്നു ബാലു. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു, വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ബാലു ഈ ജോലി